ബലാത്സംഗ കേസിൽ ചലച്ചിത്ര താരം സിദ്ദിഖ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ സുപ്രീംകോടതി പരിഗണിക്കും. സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് ഡൽഹിയിലെത്തും. തിങ്കളാഴ്ച സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരുമായി മെറിൻ കൂടിക്കാഴ്ച നടത്തും. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ സുപ്രീംകോടതിയിൽ ഹാജരാക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ രഞ്ജിത് കുമാറിനെ പുറമെ സീനിയർ വനിതാ അഭിഭാഷകരിൽ ആരെയെങ്കിലും കൂടി സുപ്രീംകോടതിയിൽ ഹാജരാക്കാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. ഇതിനിടെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ നടൻ സിദ്ദിഖ് 4 ദിവസം മുമ്പ് വരെ കൊച്ചിയിലുണ്ടായിരുന്നതായി രേഖകൾ പുറത്തുവന്നിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ദിവസം സിദ്ദിഖ് കൊച്ചിയിലുണ്ടായിരുന്നുവെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. സിദ്ദിഖിനെ പിടികൂടാൻ ലുക്കൌട്ട് നോട്ടീസ് അടക്കം അന്വേഷണ സംഘം പുറത്തുവിട്ടപ്പോഴാണ് പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് പ്രതിയെത്തിയത്. എന്നിട്ടും പോലീസ് പ്രതിയെ പിടികൂടിയില്ല. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളി ദിവസങ്ങൾ പിന്നിട്ടിട്ടും സിദ്ദിഖിനെ കണ്ടെത്താതെ പോലീസ് കണ്ണടയ്ക്കുകയാണ്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. നടന്റെ സുഹൃത്തുക്കളുടെ വീടുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.